ജന്മാദ്യസേതൊന്നയാതിതരതച്ചാർത്തേക്ഷവിജ്ഞസ്വരാട് തേനെ ബ്രഹ്മഹൃദായ ആദികവേ മുഹ്യന്തി യത്സൂരയത്തേജോ വാരിമൃതാം യഥാവിനിമയോ യത്രത്തി സർഗോമുഷാ ധാമ്നാസേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തെ ദ്വിതീയ സ്കന്ധം ആദ്യത്തെ അധ്യായം 31-ാമത്തെ ശ്ലോകം. ഛന്ദാംസ്യനന്ദസ്യ ശിരോ ഗൃണന്തി ദംഷ്ട്രായമ സ്നേഹകലാദിജാനി ഹാസോ ജനോന്മാദകരീജമായ ദുരന്ത സർഗോ യഥപാംഗ മോക്ഷ പറഞ്ഞു കഴിഞ്ഞതാണ്. ദംഷ്ട്ര അണപ്പല്ലുകൾ ഈ യമൻ്റെ സ്ഥാനത്ത് സങ്കല്പിച്ചു. വേദങ്ങളാണ് ശിരസ്, അറിവ് ബുദ്ധി ബന്ധപ്പെട്ടതുകൊണ്ട് വേദം എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം അറിവാണ്. ചുണ്ട് ലജ്ജ, മേൽച്ചുണ്ട്. അധരം എന്ന് പറഞ്ഞാൽ കീഴ്ച്ചുണ്ട് ലോഭവും. വ്രീഡോത്തരോഷ്ടോ അധര ഏവ ലോഭോ ധർമ്മസ്തനോ അധർമ്മപദസ്യ പൃഷ്ട. പിൻഭാഗം അധർമ്മം, മുൻഭാഗം ധർമ്മം. കത്തസ്യ മേട്രം. ഗുഹ്യഭാഗം എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്, സൃഷ്ടിക്ക് കാരണഭൂതമായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ അവയവം മേട്രം. വൃഷണവുച്ച മിത്ര, വൃഷണവും മിത്രങ്ങളുമാണ്. കുക്ഷി സമുദ്ര, വയറാവട്ടെ സമുദ്രമായിട്ട് സങ്കല്പിച്ചു. ഗിരി മലകൾ, പർവ്വതങ്ങൾ അസ്ഥിയായിട്ടും. അതുവരെയാണ് 32 പറഞ്ഞു വെച്ചത്. അടുത്തത് നദോസ്യ നാട്യോദതനൂരുഹാണി മഹീരുക വിശ്വതനോർനൃപേന്ദ്ര അനന്തവീരശ്വസിതം മാതരിശ്വാഗതിർഭയകർമ്മ ഗുണപ്രവാഹ. നാഡികളൊക്കെ നദിയാണ്, വൃക്ഷങ്ങളൊക്കെ രോമമാണ്, ശ്വാസം വായുവും ഭഗവാന്റെ സഞ്ചാരമാണ് കാലം. സഞ്ചാരം കാലമായിട്ടും പറഞ്ഞു. ഈശസ്യ കേശാൻ വിദുരംബുവാഹാൻ വാസസ്തു സന്ധ്യാങ്കുരുവര്യഭൂമ്ന. സന്ധ്യകളൊക്കെ വസ്ത്രം. അതുപോലെ തന്നെ കേശം ഒക്കെ മേഘം, മനസ്സ് ചന്ദ്രനും ഹൃദയം അറിയപ്പെടാൻ പറ്റാത്ത ഗൂഢതത്വവും ആണ്. അടുത്തത് വിജ്ഞാനശക്തി മഹിമാമനന്തി സർവാത്മനോന്തക്കരണങ്കിരിത്രം അശ്വാസത ഉഷ്ട്രഗജാനഘാനി സർവേ മൃഗ പശവശ്രോണിദേശേ. മഹത്തത്വം എന്ന് പറയുന്ന സംഗതി എന്താ ചോദിച്ചാൽ, പ്രപഞ്ചം ഉണ്ടായതിൻ്റെ മുഴുവൻ ബീജത്തിനെയാണ് ആത്മീയത്തിൽ മഹത്വത്വം എന്നൊരു ഒരു വിത്തിൻ്റെ സ്ഥാനമാണ് അതിനുള്ളത്. വിത്തല്ല, വിത്തിൻ്റെ സ്ഥാനം. വിത്തെന്നാണല്ലോ ചെടി ഉണ്ടാവുക. അതേപോലെ ഒരു സംഗതിയാണ് ഈ മഹത്വത്വം. അതിൽ നിന്നാണ് അഹങ്കാരവും പിന്നെ ഈ 3 പിരിയൽ. രാമായണം നോക്കിയാൽ കാണാം. സാത്വികൻ രാജസന്താമസം എന്നും പറഞ്ഞ് പഞ്ചഭൂതങ്ങളായിട്ട് ഈ ലോകം മുഴുവൻ ഉണ്ടായത്. ഇതുണ്ടായത് ഏതാ വെച്ചാൽ മഹത്വത്വമാണ്. അതെന്താ സംഗതി? എല്ലാതും അടങ്ങുന്ന ഒന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പോരുക. എല്ലാം അടങ്ങിയ ഒരു വസ്തുവാണ്. ഒരു കുട്ടിക്ക് നല്ലൊരു പെട്ടി കൊടുത്തു. കുട്ടി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛാ എനിക്ക് പെൻസിൽ വേണം, പേന വേണം, കോമ്പസ് വേണം, അത് വേണം, ഇത് വേണം. കുട്ടി ഒക്കെ ഇതിലുണ്ട് കേട്ടോ, തുറന്നു നോക്ക്. ഓക്കെ, കുട്ടിക്ക് സന്തോഷമായി. എല്ലാം അതിലുണ്ട്. വേറെ വേറെ കൊടുത്തില്ല. അച്ഛനൊരു പെട്ടിയാണ് കൊടുത്തത്. ആ പെട്ടിയിൽ എന്തൊക്കെ ഉണ്ട്? ആ പെട്ടി വെച്ചാൽ ഒറ്റൊന്നും വിടാതെ അടക്കം ചെയ്ത് അടച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഈ മഹത്വത്വം. എല്ലാതും അടങ്ങിയത്. എന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായി നമ്മൾ മഹത്വത്വം എന്ന് പറയുക. മഹത്തത്വത്തെ സർവാത്മാവിൻ്റെ ചിത്തം ആയിട്ടാണ് ഇവിടെ ചിന്തീകരിച്ചിരിക്കുന്നത്. എല്ലാതും ആകുമ്പോൾ എല്ലാം ചിത്തം ഉണ്ടാവണമല്ലോ, മഹാത്മാവായിട്ടുള്ള ഈശ്വരന്. ആ ചിത്തമാകട്ടെ മഹത്വത്വം. കാരണം എന്നാണ് സങ്കല്പം ഉണ്ടാവുന്നത്. സങ്കല്പത്തിൽ നിന്നാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവുന്നത്. ഭഗവാൻ സങ്കല്പിച്ചിട്ടാണ് പ്രപഞ്ചം മുഴുവൻ ഉണ്ടാവുന്നതിന് റൂട്ടായ മഹത്വത്വമാണ് ഭഗവാന്റെ ചിത്തം. വിജ്ഞാന ഗിരിത്രം എന്ന് പറഞ്ഞാൽ രുദ്രൻ, ശിവനെ അന്ധക്കരണമായിട്ട് അഹങ്കാരമായിട്ടും രുദ്രൻ അഹങ്കാരമായിട്ടും ചിദ്രനെ പരിഗണിച്ചിരിക്കുന്നു. അശ്വാസത ഉഷ്ട്രഗജ, ആന, കുതിര എന്നീ സർവേ മൃഗ, എല്ലാ മൃഗങ്ങളും നഖങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ശരിക്കും വ്യത്യാസപ്പെട്ടും കാണാം. ഇവിടുത്തെ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ പറയണത്. നഖാനി, നഖങ്ങളാവട്ടെ ആനാകുതിര മുതലായിരിക്കുന്ന മൃഗങ്ങളും. പാശവ അരക്കെട്ട്, പശവ എന്ന് പറഞ്ഞാൽ ഇവിടെ പശുക്കളിനും ആവാം. ഈ കുതിരി, ആനി അല്ലാത്ത മൃഗങ്ങൾ അങ്ങനെയാവാം.
കുതിരയാനി അല്ലാത്ത മൃഗങ്ങൾ എന്ന് പറയാൻ എന്താ കാരണം? മാന്, പശു, ഇങ്ങനെയുള്ള കുറച്ചൊരു ഇളം സ്വഭാവമുള്ളത്. മുയലൊക്കെ ഏതിൽ പെടുത്തു ചോദിച്ചാൽ കഠോരമായിട്ടുള്ള മൃഗങ്ങളല്ലല്ലോ. അങ്ങനെ മാന്, പശു ഒരു സാത്വിക മൃഗമാണ്. അപ്പം അങ്ങനത്തെ മൃഗങ്ങളെന്ന് പറയാം അരക്കെട്ട്. യഥാർത്ഥ മൃഗങ്ങൾ ആന, കുതിര കുറച്ചൊരു കനപ്പിടി എന്ന് പറയും നമ്മൾ, യുദ്ധത്തിനൊക്കെ പോകേണ്ടതാണല്ലോ. അത് നഖങ്ങളും. മാൻ മുതലായ ചെറിയ മൃഗങ്ങൾ അരക്കെട്ടും. രണ്ട് തരത്തിലുള്ള മൃഗങ്ങളെ രണ്ടവയവങ്ങളായിട്ട് ചിത്രീകരിച്ചു. ആനമന്തി വിജ്ഞാനശക്തിയും മഹിമാമനന്തി. വിജ്ഞാനശക്തിയെ ചിത്തം എന്നും രുദ്രനെ അഹങ്കാരം എന്നും മഹത്തത്വത്തെ വിജ്ഞാനശക്തിയായിട്ട്, ഭഗവാന്റെ അറിവിനെയാണ് മഹത്തത്വം ആയിട്ട് കണക്കാക്കിയിരിക്കണം. എന്താണ് മഹത്തത്വം ചോദിച്ചാൽ അറിവ്. മഹത്തത്വത്തെ, മഹീം എന്ന് പറഞ്ഞാൽ മഹത്തത്വത്തെ എന്നാണ്. മഹത്തത്വത്തെ വിജ്ഞാനശക്തിയായിട്ട് പറഞ്ഞിരിക്കുന്നു. ജ്ഞാനശക്തി മഹത്തത്വവും. അന്ധക്കരണം ഗിരിത്രം, ശിവനാണ് അഹങ്കാരം. ശ്രീരുദ്രൻ പറഞ്ഞാൽ ലേശൊരു കേമാണല്ലോ, ഹേമത്തം വരുമ്പോഴാണല്ലോ നമ്മളൊക്കെ അഹങ്കാരം ഉണ്ടാവുക. അശ്വാശ്വതരുഷ്ട്രഗജ, ആന, കുതിര, അശ്വം, കുതിര, അശ്വതരുഷ്ട്രഗജ. ഉഷ്ട്രഗജ, ഉഷ്ട്രം എന്ന് പറഞ്ഞാൽ കുതിര, ഗജ എന്ന് പറഞ്ഞാൽ ആന. അപ്പം അങ്ങനത്തെ മൃഗങ്ങളൊക്കെ നഖങ്ങളായിട്ടും പശു, മാനം, മയില മുതലായ സാധു മൃഗങ്ങളെ അരക്കെട്ടായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നു. വയാംസി തദ്വ്യാകരണം വിചിത്രം മനുർമനീഷാ മനുജോ നിവാസ ഗന്ധർവവിദ്യാധരചാരണാപ്സരസ്വരസ്മതീരസുരാനീകവീര്യ. പക്ഷികൾ നാനാവിധമായിരിക്കുന്ന വ്യാകരണം അത്രേ. പക്ഷികളുടെ ശബ്ദം വ്യാകരണമായിട്ടും ഭാഷയിലത്തെ വ്യാകരണമായിട്ടും ചിത്രീകരിച്ചു. ശില്പവിദ്യ വിചിത്രം, നാനാവിധമായിരിക്കുന്ന തദ്വ്യാകരണം. ശില്പവിദ്യ, വ്യാകരണം എന്ന് പറയുന്നത് പല അർത്ഥങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശില്പവിദ്യ എന്ന് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്, പക്ഷേ വ്യാകരണമാണ്. അതുപോലെ സ്വയംഭൂ മനു ബുദ്ധിയായിട്ടും ചിത്രീകരിച്ചിരിക്കുന്നു. മനുജ, മനുഷ്യൻ, വാസഭവനം ആയിട്ടും ചിത്രീകരിച്ചു. ഭഗവാന്റെ വാസഭവനം എവിടെയാണെന്ന് ചോദിച്ചാൽ മനുഷ്യർക്ക് മനുഷ്യനിലാണല്ലോ ഈശ്വരൻ ഉണ്ടാവുക. വേറെ എവിടെയും അധികം പ്രകാശിക്കില്ല. ഉണ്ടാവാനെല്ലായ്ക്കലും ഉണ്ട്, തൂണിലും തുരുമ്പിലും പുല്ലിലും, പക്ഷേ എവിടെ പ്രകാശിക്കുക? ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ, ധ്യാനം ചെയ്തിരിക്കുന്നവരിലേ പ്രകാശിക്കും. പൂച്ചയിലോ ആടിലോ പാമ്പിലോ പശുവിലോ പ്രകാശിക്കില്ല. ഉണ്ട് അതിൻ്റെ ചേഷ്ടകളായിട്ട് പ്രകാശിക്കുന്നില്ലാണ്ട് ഈശ്വരനെ അറിയാൻ അവർക്ക് കഴിവില്ല എന്നർത്ഥം. അത് മനുഷ്യനേ ഉള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യനിൽ വാസം. തന്നെ അറിയുന്ന ദിക്കിലിരിക്കാനാവുമല്ലോ എല്ലാവർക്കും ഇഷ്ടം, അറിയാത്ത ദിക്കിൽ പോയിരിക്കാനല്ല. ഗന്ധർവ വിദ്യാധരന്മാർ, ചാരണന്മാർ മുതലായിട്ടുള്ളത് ആസുരന്മാർ, ഇവരൊക്കെ അപ്സരസുകൾ എന്നിവരൊക്കെ ആരാണെന്ന് ചോദിച്ചാൽ ഗന്ധർവ വിദ്യാധര ചാരണാപ്സര സ്വര സ്മൃതിരസുരാനീക വീര. സ്വരങ്ങൾ സ്മൃതികളും എന്ന് പറയുന്നു. അസുരന്മാരും സ്വരന്മാരും എല്ലാം ഭഗവാന്റെ സ്വരമാണ് എന്നാണ് പറഞ്ഞത്. ശില്പമാണ് പക്ഷികളായിട്ട് ഇവിടെ വ്യാകരണം എന്നുള്ള വാക്കിന് ശില്പം എന്നും അർത്ഥമുണ്ട്. പക്ഷിവർഗങ്ങൾ ഭഗവാന്റെ ശില്പവിദ്യകൾ എന്ന് വ്യാഖ്യാനത്തിൽ കാണുന്നു. വ്യാകരണം എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഇവിടെ ശില്പവിദ്യ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. നമ്മളോടൊക്കെ പറഞ്ഞു തന്നിരിക്കണതൊക്കെ വ്യാകരണം എന്നാണ്. ഭാഷാവ്യാകരണം ഭഗവാൻ പക്ഷികളാണ് ശബ്ദം എന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശില്പവിദ്യ, വ്യാകരണം എന്ന് പറഞ്ഞാൽ ശില്പവിദ്യ. വാക്കിൻ്റെ അർത്ഥമൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പോലെയാണ്. ബുദ്ധി സ്വയംഭൂമനു, ഭഗവാന്റെ ബുദ്ധിയാണ് സ്വയംഭൂമനു. ഭഗവാന്റെ വാസസ്ഥാനമാണ് മനുഷ്യൻ. ഗന്ധർവന്മാർ, അസുരന്മാർ മുതലായിട്ടുള്ളതൊക്കെ സ്വരം ആണ്. സ്മൃതി പ്രഹ്ലാദനും ആണ്. ബ്രഹ്മാനനം ക്ഷത്രഭുജോ മഹാത്മാ വിഡൂരംഘ്രിശ്ചിത കൃഷ്ണവർണ്ണ നാനാഭിധാഭിജഗണോപമന്നോ ദ്രവ്യാത്മക കർമ്മവിധാനയോഗ. ഇനി ജാതികളെ പറയാണ്. ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യ കൃതാന്ന് പുരുഷ സൂക്തം. ബ്രാഹ്മണരെ ഇവിടുന്നുണ്ടായി, മുഖത്തിൽ നിന്നുണ്ടായി. ആനനം, ബ്രഹ്മാനനം. ക്ഷത്രഭുജോ, ക്ഷത്രിയന്മാർ കൈകളിൽ നിന്നുണ്ടായി. മഹാത്മാവിൻ്റെ വിഡൂരംഘ്രിശ്ചിത കൃഷ്ണവർണ്ണ, ഊരു
വിഡൂരു, ഊരു എന്നുള്ളത് ചേർന്നപ്പോൾ വിഡൂരു എന്നായതാണ്. അവിടെ എന്തോ ഒരു വാക്കും കൂടി വേണം. അപ്പോൾ വിഡൂരു, വൈശ്യനാകുന്ന ഊരോട് കൂടിയവൻ. തുടയിൽ നിന്ന് വൈശ്യനുണ്ടായി. അംഗ്രിശിത കൃഷ്ണവർണ്ണ ശൂദ്ര, കാലുകളിൽ നിന്ന് പാദത്തെ ആശ്രയിക്കുന്ന കൃഷ്ണവർണ്ണത്തോടു കൂടിയ ശൂദ്രരും ഉണ്ടായി. അപ്പം കാല് എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കാലാണ് എന്ന് ഇവിടെ ഓർക്കണം. നമ്മുടെ കാലല്ലല്ലോ, ഭഗവാന്റെ കാലം എങ്ങനെയാണ് മോശമാവുക. അപ്പോൾ ശൂദ്രന്മാർ എന്ന് പറഞ്ഞത് വളരെ താണ ഒരു വർഗമാണ് എന്നത് തെറ്റ്. ഭഗവാന്റെ എല്ലാ അവയവങ്ങളിലും വെച്ച് യോഗീന്ദ്രന്മാർക്കും ഭക്തന്മാർക്കും ഇഷ്ടം കാലാണ്. നന്നല്ലാത്തൊരുന്നിനെ ആരെങ്കിലും ആഗ്രഹിക്കുമോ, ധ്യാനിക്കുമോ? അത് വളരെ ശ്രേഷ്ഠമായതുകൊണ്ടാണ്. അതാണ് യോഗീന്ദ്രാണാം ത്വത് അംഗേഷധിക സുമതിരുന്നത്. അങ്ങയുടെ അംഗങ്ങളിൽ വെച്ച് യോഗീന്ദ്രന്മാർക്ക് ഏറ്റവും പ്രിയം ഭഗവത് പാദത്തെ ധ്യാനിക്കാനാണ്. എന്താ ചോദിച്ചാൽ അത് പാദത്തിൻ്റെ കേമത്തെ അത്ര തന്നെ, അല്ലാണ്ടൊന്നുമല്ല. കൈകളോ തലയോ ധ്യാനിക്കണേന്ന് പറഞ്ഞില്ലല്ലോ അവിടെ. കാലുകളെ ധ്യാനിക്കണോ? ആപതി കിങ്കരണീയം ചരണീയം സ്മരണീയം ചരണയുഗളം അമ്പായ. അമ്പയെ പറ്റി പറയുമ്പോഴും പാദത്തെ സ്മരിച്ചോളൂ, എല്ലാ അബദ്ധങ്ങളും ഇല്ലാണ്ടാവും. അപ്പം വിശിഷ്ടമാണ് പാദങ്ങൾ. അതിൽ നിന്നുണ്ടായ ശൂദ്രർ ഒരിക്കലും താണവരല്ല. ദ്രവ്യാത്മക വിധാനയോഗ വിധാനയോഗ യാഗങ്ങളുടെ പ്രയോഗങ്ങളൊക്കെ കർമ്മമാണെന്നും പറയുന്നു. കൃഷ്ണവർണ്ണത്തോടു കൂടിയവൻ എന്ന് പറയുമ്പോൾ ശൂദ്രൻ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നുണ്ടാവേണ്ടത്. അപ്പം അത് കാലുകളിൽ നിന്നും ഉണ്ടായി. ബ്രഹ്മാനനം ക്ഷത്രഭുജോ, ക്ഷത്രത്തിയന്മാർ കൈകളിൽ നിന്ന് മഹാത്മാവിൻ്റെ വിശേഷണം. വിഡൂരൊരു അംഗ്രിശിത കൃഷ്ണവർണ്ണ, വിഡു വൈശ്യന്മാർ തുടകളിൽ നിന്നും അംഗ്രി, കാലുകളിൽ നിന്ന് ശൂദ്രരുണ്ടായി. നാനാവിധ ബീജഗണോപമന്നോ ദ്രവ്യാത്മക കർമ്മവിധാനയോഗ, കർമ്മവിധാനയോഗങ്ങളായിട്ടുള്ള ഓരോ കർമ്മത്തിൻ്റെ ഭാഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ദ്രവ്യസ്വരൂപമായിരിക്കുന്നു. അത് ഭഗവാന്റെ നാനാവിധങ്ങളായ അഭിധങ്ങൾ എന്നർത്ഥം, നാനാവിധങ്ങളായ ദ്രവ്യങ്ങൾ. ഈയാനസാവീശ്വര വിഗ്രഹസ്യ സന്നിവേശ കഥിതോമയാദേ സന്ധ്യാര്യതേത്മൻബുഷിത്തവിട്ടേ മനസ്വബുദ്ധ്യാ നയതോസ്മി കിഞ്ചിൽ. ഹേ രാജാവ്, ഈശ്വരൻ്റെ ഇത്രമാത്രമുള്ള അവയവകൽപ്പന ഞാൻ പറഞ്ഞു. ഒരുവിധം പറഞ്ഞ് അവസാനിപ്പിക്കണം, മുഴുവൻ പറയാൻ അനന്തനും സാധ്യമല്ലല്ലോ. ഈ ആനസാവീശ്വര വിഗ്രഹസ്യായ സന്നിവേശക്കതിതോമയാതെ, ഈശ്വര വിഗ്രഹത്തിൻ്റെ ശരീരത്തിൻ്റെ രൂപകൽപ്പനകൾ ഞാൻ അങ്ങയോട് ഒരുവിധമൊക്കെയാണ് പറഞ്ഞു. സന്ധ്യാര്യതേ മനസ്വബുദ്ധ്യായ നയതോസ്മികിഞ്ചിൽ. ഈ ലോകത്തിൽ ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് യാതൊന്നും ഇല്ല എന്നാണ് പറഞ്ഞാൽ മതി. ശരിക്കും പറയാച്ചാൽ അതാണല്ലോ, എല്ലാ പ്രപഞ്ച കാര്യങ്ങളും ഭഗവാന്റെ അവയവങ്ങളാണ് എല്ലാം. ചിലതൊക്കെയാണ് പറഞ്ഞു എന്നേ ഉള്ളൂ, ആ പറഞ്ഞുകൊണ്ട് മുഴുവനായില്ല എന്നതും തന്നെ വരുന്നു. എല്ലാം ഈ ലോകം മുഴുവൻ ഭഗവാന്റെ ശരീരമാണ് എന്ന് മനസ്സിലാക്കണം. ചിലതെടുത്ത് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. സർവതിർവൃത്തനുഭൂത സർവ ആത്മാ യഥാ സ്വപ്നജനേക്ഷിതേക തം സത്യമാനന്ദനിധിം ഭജേതനാന്യത്തേതദാത്മപാദ. സർവതീവൃത്യനുഭൂത സർവ, എല്ലാവരുടെയും ബുദ്ധിവൃത്തിയാൽ അനുഭവിക്കപ്പെട്ട സർവത്തോടു കൂടിയവൻ, ബുദ്ധിയിൽ തെളിയുന്നവൻ, ഏക ആത്മാവാകുന്നു. എല്ലാവരുടെ ബുദ്ധിയിലും തെളിയുന്ന ആളാണ് ആര്? ഈശ്വരൻ. സർവസാക്ഷിയായിട്ടുള്ള ആത്മാവിനെ ഭജിക്കുക, അതാണ് വേണ്ടത് എന്ന് ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും പ്രാപ്യനാണ് ഭഗവാൻ. ജ്ഞാനികൾക്ക്, കേമന്മാർക്ക്, ധ്യാനികൾക്ക്, യോഗികൾക്ക് അങ്ങനെയില്ല. ഭക്തിയോടുകൂടി ഭക്തന്മാർക്കും നമുക്കും പ്രാപിക്കാം, അല്ലാത്തവർക്ക് അവരുടെ മാർഗത്തിലൂടെ പ്രാപിക്കാം. ആർക്കും അപ്രാപ്യനല്ല, എല്ലാവർക്കും പ്രാപ്യനാണ്. സത്യം ആനന്ദനിധി, ആനന്ദസ്വരൂപത്തിൻ്റെ ഇരിപ്പിടമായ അവനെ ഭജിക്കണം. പറഞ്ഞതിൻ്റെ ചുരുക്കം, ആ ഈശ്വരനെ ഭജിക്കാത്ത ജന്മമൊന്നും ജന്മമേ അല്ല. മനുഷ്യജന്മം എന്ന് പറയുന്നത് അന്യത്ര വേറൊന്നിനോട് മനസ്സിനെ ചേർക്കാതെ ഇരിക്കുക. കാരണം പ്രപഞ്ച പ്രശ്നങ്ങൾ അവസാനിക്കില്ല. പ്രപഞ്ച പ്രശ്നങ്ങൾ അങ്ങനെയാണ്, ഏതെടുത്ത് നോക്കൂ, അവസാനിക്കില്ല. അതങ്ങനെ തുടർന്ന് പോകും. അതൊക്കെ കഴിഞ്ഞിട്ടാവാം. ഈശ്വരവചനം എന്ന് വിചാരിച്ചാൽ കാശിക്ക് പോകാൻ വേണ്ടി അലക്കുകാരൻ്റെ കഥ പറഞ്ഞ പോലെയും, അലക്കൊക്കെ കഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ പറ്റുമോ? ഈ പ്രപഞ്ചം അങ്ങനെയാണ്, ഏത് വിഷയം എടുത്തോളൂ തീരില്ല അത്.
അതങ്ങനെ അനന്തമായിട്ട് നൂലാമാലയാണ്. അതങ്ങനെ പോട്ടെ ഒരു പുറത്തു കൂടെ. ഒരു ട്രാക്ക്, റെയിലിൽ 2 ട്രാക്കാണ് നമുക്ക്. ഒരു ട്രാക്ക് അങ്ങനെ പോട്ടെ, മറ്റേ ട്രാക്ക് ഇങ്ങനെയും പോകണം. ഏത് ഈശ്വരനിൽ അധിഷ്ഠിതമായിട്ടേ കുഴപ്പമൊന്നുമില്ല. അതങ്ങനെയും പോകുന്നു, ഇങ്ങനെയും പോലെ. ഇത് വേണ്ട, അത് ശരിയായിട്ടാവാം ഇത് എന്ന് വിചാരിച്ചാൽ മൊത്തം അവൻ്റെ കാര്യം കഷ്ടമാണ്. അത് നടക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആ ഈശ്വരനെ ഭജിക്കണം. അന്യത്ര സജ്ജേത. ഇതല്ലാത്ത കാര്യത്തോടു കൂടി മനസ്സിനെ ചേർക്കരുത്. ഈശ്വരനല്ലാത്ത കാര്യത്തോടു കൂടി ഇങ്ങനെ ചിന്തിച്ചാൽ അതങ്ങനെ പോവുന്നേ ഉള്ളൂ. വെള്ളത്തിലാണ്ട് വിട്ടാൽ ഒരു ഹാരം പൊങ്ങിയിട്ട് അങ്ങനെ പോണ പോലെ അങ്ങോട്ട് പോവും. ഇങ്ങോട്ട് കിട്ടുമോ? തിരിച്ച് കിട്ടുമോ? ആ ദൂരത്തേക്ക് അന്ന് കടലിലേക്കാണ് പോവുകയുള്ളൂ. ഇങ്ങോട്ട് കിട്ടില്ല. എന്നിട്ടാവാം നമുക്ക് ഈശ്വരനോട് ചേർക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വെച്ചാൽ അങ്ങോട്ട് പോവാതെ അങ്ങോട്ട് പിടിക്കുക തന്നെ. അതല്ലാതെ വേറെ വഴിയൊന്നും. അന്യത്ര ന സജ്ജേത. മറ്റ് കാര്യങ്ങളോട് കൂടിയിട്ടുണ്ടല്ലോ മനസ്സിനെ കൂട്ടിച്ചേർക്കണ്ട. അതൊക്കെ നടക്കും, അങ്ങനെ നടന്നോളും. നമ്മളല്ല ഈ പ്രപഞ്ചം നടത്തണത്. അതൊന്ന് ആദ്യം ഓർക്കുക. നമ്മുടെ കർത്തൃത്വ തെറ്റായ ബോധമാണ്. അത് നടന്നോളും. അപ്പം ഞാൻ പറയാച്ചാൽ ഇതുപോലെ ആത്മാവിൻ്റെ പാതനം അതുകൊണ്ടുണ്ടാവും. കാര്യങ്ങളോട് കൂട്ടിയിട്ട് വല്ലാതെ മിങ്കിൾ ചെയ്താൽ ഒന്നും ചെയ്യാതിരിക്കണമെന്നത് ഈ പറഞ്ഞതിന് അർത്ഥമില്ല കേട്ടോ. ഇപ്പം അതായത് നമ്മളെങ്ങനെ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കഴിയുന്നതും എന്താ, ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകണു, അവിടെ ഇപ്പോൾ ഒരാൾ മരിച്ച കേസാണെന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരുടെ കൂടെ പോകുമ്പോൾ നമുക്ക് വലിയ കർത്തൃത്വമൊന്നുമില്ല. നമ്മൾ പോയിട്ടുണ്ട്, എല്ലാവരും ഇരുന്ന് വർത്തമാനം പറഞ്ഞു. ചിലപ്പോൾ നമ്മൾ ഉണ്ടാണ്ടിരിക്കും, ചിലപ്പോൾ നമ്മൾ ചോദിക്കുക എന്തൊക്കെയുണ്ടായി, ആരാ അടുത്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്താ കാര്യം. ചിലപ്പോൾ ചോദിച്ചില്ലെങ്കിലും നമ്മൾ പോയില്ല എന്ന് അവർ പറയില്ലായിരുന്നു, നമ്മളെ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് എന്തില്ല, വലിയ പെരുപ്പറമ്പില്ല. ഒറ്റയ്ക്ക് പോയി നോക്കൂ, കുറച്ചും കൂടി പെരുപ്പറമ്പുണ്ടാവും ഇല്ലേ. നമ്മളൊന്നും മിണ്ടാണ്ട് പോരാൻ പറ്റുമോ? അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയുണ്ടാക്കണം കുറച്ച്. അപ്പോൾ ഈ കൂട്ടത്തിൽ പോയ പോലെ ആക്കുക. അപ്പോൾ കാര്യം ഉണ്ടാവാൻ കൂടാണ് ഈ ജീവിതമൊക്കെ വേണം എന്ന് പറയണത്. അപ്പോൾ അതങ്ങനെ നടന്നോളും. നമ്മുടെ ശ്രദ്ധയപ്പെടാത്ത കാര്യങ്ങളും അവർ ശ്രദ്ധയപ്പെടുത്തും. അതല്ലെങ്കിൽ സമൂഹം ഉണ്ടാവും, അവർ ശ്രദ്ധയപ്പെടുത്തും. എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ അതൊക്കെ നടക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ്. അപ്പോൾ ഒറ്റയ്ക്കായ അങ്ങനെയല്ല. അപ്പോൾ ഒക്കെ നമ്മൾ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റണ്ട. അതങ്ങനെ നടന്നോളും. ഓൺ ചെയ്താൽ മിഷൻ പ്രവർത്തിക്കണ പോലെയാണ് ഈ ജീവിതം കുറേയൊക്കെ കേട്ടോ. അതുകൊണ്ടിപ്പോൾ നമ്മൾ മുണ്ടോട് ഒരു ഭാഗത്ത് രാവിലെ നാമം ചോദിച്ച് ഭസ്മക്കുരിട്ടിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല, അത് ശാസ്ത്രവും പറഞ്ഞിട്ടില്ല. കുറേ കുടുംബമായിട്ടാവും സമൂഹമായിട്ടാവും അത് അതിൻ്റെ ഒരു പോക്കുണ്ട്. അതിനനുസരിച്ച് നമ്മളും അങ്ങനെ പോയിക്കോളും. അല്ലാണ്ട് അത് നമ്മുടെ തലയിൽ കയറ്റി ഇതൊക്കെ ഈ ഉത്തരം താങ്ങി നിൽക്കുന്ന പല്ലി പോലെ നമ്മുടെ തലയിലാണ് എന്ന് വിചാരിച്ചാൽ എന്തുണ്ടാവും? ആത്മപാത ഭവതി, ആത്മാവിൻ്റെ പതനം ഉണ്ടാവും. ചെയ്തോളൂ, അവിടെ വിരോധമില്ല. അതൊക്കെ അതിൻ്റെ നിലയ്ക്ക് അങ്ങനെ നടക്കാനുള്ള ഒരു മെക്കാനിസവും ഒരു സംവിധാനവും ഈ ലോകത്തിലുണ്ട്. അതിന് വിട്ടുകൊടുക്കുക കുറച്ചൊക്കെ. അപ്പം നമുക്ക് സ്വസ്ഥത ഉണ്ടാവും. അതാണ് നമ്മുടെ പ്രധാനം ഈ അധ്യായത്തിൻ്റെ ശ്ലോകം എന്ന് പറഞ്ഞാൽ. അതാണ് ഞാൻ പറയാം. ചക്കനെ വർണ്ണിച്ചു. ഇവിടെ പ്രിയണസ സർവധീർവൃത്യനുഭൂത സർവാത്മായത സ്വപ്നജനേക്ഷിദേവ സർവരുടെയും ബുദ്ധിയാൽ അനുഭവിക്കപ്പെട്ട സർവത്തോടു കൂടിയവൻ ഏകനായ ആത്മാവാകുന്നു. എല്ലാവരും അറിയണ കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഈശ്വരൻ ആത്മാവേ ഉള്ളൂ. അതിനെ അറിയാത്തവരാരുമില്ല. ഒരു തരത്തിൽ വേറെ തരത്തിൽ അറിയുന്നുണ്ട്. മനുഷ്യന്മാർ തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ആത്മാവിനെ അറിയണവരാ. മനുഷ്യന്മാരല്ലാത്തവരറിയണില്ലേ, അവരറിഞ്ഞാതെ അറിയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. അറിയാതെ അറിയുക. അതെങ്ങനെയാണ്? അത് ഒരു പൂച്ചയുടെ അറിവ് എന്ന് പറഞ്ഞാൽ അതറിയില്ലെങ്കിലും അതിന് അറിവുണ്ട്. അത് ജീവശാസ്ത്രജ്ഞന്മാർ പറയണതാണ്, ആത്മീയർ പറയണതല്ല. ഒരു പാമ്പ് കൊത്താൻ അതിവേഗം വരുമ്പോൾ അതിൽ നിന്ന് മാറാനുള്ള കഴിവുണ്ട് അത്രേ പൂച്ചയ്ക്ക്. അതുകൊണ്ട് പൂച്ചയെ പാമ്പിന് കടിക്കാൻ പ്രയാസമാണ്. അസാധാരണ സാഹചര്യങ്ങളിൽ അത് ഉറങ്ങുമ്പോഴോ അങ്ങനെ വന്നു എന്നല്ലാണ്ട് അതും അറിയുന്നവരാണ്. അടുത്തെത്തിയാൽ അതറിയും, നമ്മളെപ്പോലെയൊന്നുമല്ല. അപ്പം അതിൻ്റെ അറിവ് എന്താണ്? അനവധി വാസന കൊണ്ട് ശ്വാവ് എന്തൊക്കെ അറിയണു. അപ്പോൾ ആ ആത്മാവിനെ ആത്മാവാണ് എന്നറിയാതെ അതറിയുന്നുണ്ട്. നമ്മളറിഞ്ഞിട്ടാണെന്നേ ഉള്ളൂ ഇതൊക്കെ നടത്തുന്നത് ഈശ്വരനാണ് എന്ന് നമുക്കറിയാം. അറിയണവർക്ക്, ആ ജീവികൾക്ക് അത് അറിയാണ്ട് അവരറിയുന്നുണ്ട്, അവരനുഭവിക്കുന്നുണ്ട്. അവരറിയല്ല, അവരതിനെ അനുഭവിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ആത്മാവിനെ അറിയാത്തവരാരും ഇല്ല ഒരു തരത്തിൽ. അങ്ങോട്ട് വേറെ തരത്തിലാണ് അവിടെ സർവധീർവൃത്തി അനുഭൂത സർവ
എല്ലാവരും എല്ലാവരാലും എല്ലാവിധത്തിലും അറിയപ്പെടുന്നതായ ആത്മാവ് യഥാ സ്വപ്നജനേക്ഷിതൈക, സ്വപ്നത്തിൽ കാണപ്പെടുന്നത് പോലെ നാശരഹിതനും, സ്വപ്നത്തിൽ ജനത്താൽ കാണപ്പെടുന്നത് പോലെ നാശരഹിതനാണ്, ഒരിക്കലും നാശമില്ലാത്തതാണ്. തം സത്യം ആനന്ദനിധിം ഭജേത, ആനന്ദനിധിയായിട്ടുള്ള അതിനെ ഭജിക്കുക. ന അന്യത്ര, അല്ലാത്തതിനെ ഭജിക്കേണ്ട, വല്ലാതെ. അത് ഭജിച്ചാൽ എന്താ ഉണ്ടാവുക? ലോകകാര്യങ്ങളിൽ ചിന്തിച്ചാൽ ആത്മപാത ഉണ്ടാവും, ആത്മാവിന് വിനാശം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് ഈശ്വരനെയൊക്കെ സ്മരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. സർവത്ര ഈശ്വരസ്മരണമാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം സൂചിപ്പിച്ചു. നമുക്കതിൻ്റെ പാരായണം ആണ് നോക്കേണ്ടത്. അത പ്രഥമോധ്യായ ശ്രീശുക ഉവാച വരീയാനേഷത്തെ പ്രശ്നകൃതോ ലോഹകിതം നൃപ ആത്മഭിസമ്പരപ്പും ശോധവ്യാജുഷേത്പര ശോധവ്യാധീനി രാജേന്ദ്രാദിനാം സന്ധിതകർത്തജ പശ്ചതാമാത്മദത്തം ഗൃഹീഷു ഗൃഹമേദിനാം നിദ്രയാ ക്രിയതേനക്തം വ്യവായണ ച വാവയാദിവാചാർത്തേകയാ രാജൻ കുടുംബഭരണേന വാ ദേഹാപത്യകളത്രാദിഷ്ടാത്മതന്യേഷതത്വഭീതേഷാം പ്രമത്തോ നിധനം പശ്ചന്ന വിനപശ്യതി തത്മാത് ഭാരത സർവാത്മാ ഭഗവാൻ ഈശ്വരോ ഹരീശോധവ്യകൃതിതവ്യശ്ചത്മർത്തവ്യശ്ച ഇച്ഛതാ അഭയം ഏതാവാൻസംഗയോഗാഭ്യാം മർത്തവ്യശ്ച ഇച്ഛതാഭയം ഏതാവാൻസംഗയോഗാഭ്യാം സ്വധർമ്മപരിനിഷ്ഠയാ ജന്മലാഭപരപ്പും സാമന്തേ നാരായണസ്മൃതി പ്രായണവനയോ രാജന്ന വൃത്ത വിജശേഷതാ നിർഗുണ്യത്താരുമെന്തേത്മ ഗുണാനുഗതനേകരേ ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംവിധം അതീതമാൻ അപരാധോപി ദുർദൈവായനാദകം പരിനിഷ്ഠിതോപി നിർഗുണ്യോത്തമശ്ലോകലീലയാ ഗൃഹീതചേതാരാജശ്രയാഖ്യാനം അതീതവാൻ തടകം തേ വിദാർത്യാമ്യ മഹാപൗരുഷികോ ഭവാൻ നിത്യപ്രശോസാൻമുകുന്ദേ മതിസതി ഏതന്നിർവിദ്യമാനാനാമിച്ഛതാമകുതോ വയം യോഗിനാം നൃപനിർണീതം വരേർനാമാനുകീർത്തനം കിം പ്രമന്തസ്യ ബഹുബീവരോട്ടേർഗായനേരികാവരം മുഹൂർത്തം ബിരുദങ്കടേതേ യഥാ കട്വാംഗോ നാമ രാജക്ഷേജ്ഞാത്തേയത്താമികാവിഷാമുഹൂർത്താ സർവമുക്തിജഗദവാനഭയം വരിം തവാപ്യേതർപ്പികൗരവ്യസപ്താഹം ജീവിതാവധി ഉപകൽപ്പേതസ്തർവന്താവിത്യസാംബരായികം അന്ധകാലേത് പുരുഷാഗതേ ഗതസാ ചിന്ധ്യാർത്ഥസംഘചത്തേന പ്രകാന്തേനേജതം ഗൃഹാപ്രഭജിതോ ധീര പുണ്യതീർത്ഥജലാപ്ലുതാശുജോ വിവിക്ത സീനോ വിധിവത്കൽപ്പിതാസനേ അപ്യസേത്മനസാനന്തപൃബ്രഹ്മാക്ഷരം പരം മനസോ മനോ യച്ഛേജിതോ ബ്രഹ്മബീജം അവിസ്മരൻ യച്ഛേവിഷയേഭ്യോക്ഷാൻ മനസാ ബുദ്ധിസാരഥി മനഃകർമ്മവിരാഷ്ടിത്തം ശുഭാർത്ഥേതരേ തത്രേകാവയോം ധ്യായേതവിഛിന്നേന ചേതസാമനോ നിർവിഷയം യുക്താം തതക്കിഞ്ചനത്മരേ പദം തത്പരമം വിഷ്ണുമനോ യത്ര പ്രസീദധീരജസ്തമോപ്യാമാക്ഷിത്തം വിമൂഢം മനാത്മനാ യച്ചേത്താരണയാ ധീരോഗന്ധിയാനകൃതം മലമെസ്യാദന്താര്യമാണായ യോഗിനോ ഭക്തിലക്ഷണാശിതം ഭക്തതേ യോഗ ആശ്രയം ഭദ്രമീക്ഷതാ രാജോവാചയഥാസന്ധാരിതേ ബ്രഹ്മൻ താരണായത്ര സമ്മതായ അതിശോഭാരേതാശുപുരുഷസ്യ മനോമലം. എങ്ങനെയാണ് ധ്യാനം വേണ്ടത് എന്ന് രാജാവ് ചോദിക്കുകയാണ്. യഥാ സന്ധാര്യതേ ബ്രഹ്മൻ ധാരണ പറഞ്ഞാൽ ധ്യാനത്തിൻ്റെ വേറെ ഭാഷയാണ്. ശ്രീശുഗവാച എന്താ പറഞ്ഞു? ജിതാസനോ ജിതശ്വാസോ ജിതസംഗോ ജിതേന്ദ്രിയ സ്ഥൂലോ ഭഗവതേ രൂപേ മനസ്സന്ധാരേ വിശേഷത്തദേഹോ എന്ത വിട്ടച്ചത്തവീസാം എത്രേതം ദിശദേവിശ്ചംഭൂതം ഭവ്യം ഭവച്ച സല്ലാണ്ടഘോഷേ ശരീരപ്പിണ്ടപ്താവരണതം ജിതേ വൈരാജപുരുഷോയോ സ ഭഗവാൻ ധാരണാശ്രയാം പാതാളമേതസ്തി പാദമൂലം പടന്തി പാർട്ടിപ്രഭതേരതാതലം മഹാതലം വിശ്വതജോതഗുൽപോ തലാതലം വൈ പുരുഷപ്തജങ്കേത് ജ്ഞാനീടുതലം മിശ്രമൂർത്തേരുത്തയം ജലഞ്ചാതലഞ്ച മഹീതലം ജഗനം മഹീപതേ നപത്തലന്നാഭിസരോ ഗൃണന്തി ഉരസ്ഥലം ജ്യോതിരണീകമത്സ്യാഗ്രീവാമകർപ്പതനം വൈ ജനോ സ്യാതപോരരാടിംബിതരാതിപുംസാ സത്യന്ത ശീർഷാണി തകർച്ചീഷ്ണാദയോ ബാഹവ ആഗുരുത്ര കർണുവലിച്ചോത്രമുക്ഷ ശബ്ദ നാസത്യതത്രോ പരമസ്യനാസേ പ്രാണോസഗന്ധോ മുഖമഗ്നിരിദ്ധ ദോരക്ഷിണീ ചട്ടിരവുത്പതംഗ പക്ഷ്മാണി വിഷ്ണോരഗ്നി ഉപേചാതപ്രൂപിതിരുംബ പരമേട്ടിദിഷ്ണ്യമാഭോസ്യതാരൂരസേവ ജിക്വാം ഛന്ദാസ്യനന്ദസ്യ ശിരോ ഗൃണന്തി ദൃഷ്ടായമസ്നേഹ
സകലാന്തിജാനീകാത്തോജനോന്മാദകരീജമായ ദുരന്തതർഗോയതമംഗമോക്താരീടോത്തരോട്ടോദരേവലോഭോധർമ്മത്തനോ പദോസ്യ കത്തത്യമേട്ടം വിഷ്ണോജമിത്രോ കുട്ടിത്തമുദ്രാഗിരിയോസ്തിസംഗാം അദ്യോത്യനാട്യോത്യതനൂരുകാണീമകീരുകാവിശ്ചതനോർബേന്ദ്ര അനന്തവീരസ്വചിതം മാതരീശ്വ യതിർഭയകർമ്മഗുണപ്രവാഹ ഈശസ്യ കേശാൻ വിതിരാംബുവാഹാൻ വാസത്വതന്ത്യാം ഗുരുവര്യഭൂമ്ന അവ്യക്തമാഹൃഗതയം മനച്ചസ്ഥചന്ദ്രമാതർവവികാരകോശ വിജ്ഞാനശക്തിമയുമാമനന്തി സർവാത്മനോന്തക്കരണങ്കിരിത്രമശാശ്വതരുക്ഷഗജാനഗാനീ മൃഗാവശവശ്രോണിദേശേ വയാംതി തദ്വ്യാകരണം വിചിത്രം മനുർമനീശാമനജോനിമാത ഗന്ധർവവിദ്യാധരചാരണാപ്സരസ്വരത്മതി അസുരാനീകവീര്യ ബ്രഹ്മാനനം ക്ഷത്രഭുജോ മകാത്മാവിഡൂരരംഗ്രേചിതകർണ ചിതകൃഷ്ണവർണ നാനാവിധ ബീജഗണോ ഭവന്നോ ദ്രവ്യാത്മക കർമ്മവിധാനയോഗ ഈയാനസാവീശ്വര വിഗ്രഹസ്യായ സന്നിവേശക്കരിതോ മയാതേ തന്താരതേത്പന്ഭവിട്ടേ മനത്വവിദ്യാസേതോത്തികിഞ്ചേൽ സർവധീർ വൃത്യനുഭൂത സർവ ആത്മായത സ്വപ്നജനേക്ഷിതേ ഗാതം സത്യമാനന്ദനിധിം ഭജേത നന്യത്തജലത ആത്മപാത ആനന്ദനിധിയായിട്ടുള്ള ഭഗവാനെ വിചാരിക്കുക. മറ്റതിനെ ലോകത്തെ വല്ലാതെ വിചാരിച്ചാൽ ആത്മാ അധപ്പതനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു. രീതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമകം തന്തംവിധാന്തിയ സ്കന്ധേ മഹാപുരുഷതം താനുവർണ്ണാനേ വർണ്ണനെ പ്രഥമോധ്യായ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.